അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുൾ ആയിട്ട് കാണുക. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പരിപ്പും ഇരുമ്പാമ്പുളിയും കൂടെ ഒരു നാടൻ സ്റ്റൈലിൽ കറിയായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ അതിനായിട്ട് പരിപ്പ് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ അതിനായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് 2-3 പ്രാവശ്യമായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി കുക്കറിൽ ഇട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അപ്പൊ അതിലേക്ക് ഇട്ട് കൊടുത്ത് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ പരിപ്പിട്ട ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 8 ഇട്ട് കൊടുത്തിട്ടുണ്ട്. 5 വെളുത്തുള്ളിയും 2 പച്ചമുളക് നീളത്തിൽ കീറിയിട്ടും അത് ഇട്ട് കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 വിസിൽ അടിച്ച ശേഷം ഒന്ന് എയർ കളഞ്ഞിട്ടാണ് ഒന്ന് എടുക്കണത്. അതിൻ്റെ എയറെല്ലാം കളഞ്ഞ് ഒന്ന് മൂടി തുറന്ന് നോക്കാം. അപ്പം അതാ 3/4 ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് അതിലിട്ട് ചെറുതായിട്ടൊന്നും കൂടെ വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് അപ്പം ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഇരുമ്പാമ്പുളിയാണ്. അതൊന്ന് 2 സൈഡും ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ അതാ പരിപ്പൊക്കെ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഇരുമ്പാമ്പുളി കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി അതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അതിലേക്ക് ഒരു സ്വല്പം മുളകും പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അധികം ഒന്നും ഇട്ട് കൊടുക്കണില്ല. ഒരു 1/4 ടീസ്പൂണോളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് 2 എരിവിന്. ഇനി നമ്മളതിലേക്ക് കുറച്ചും കൂടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് കട്ടിയുണ്ട്. അപ്പം നമുക്ക് കട്ടി കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി അപ്പോൾ ഇതാ ഇരുമ്പാമ്പുളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ താളിക്കാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയ ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി 2-3 കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളിയും 1 കട്ട് ചെയ്ത് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 4 ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് അതും കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് മൂത്ത ശേഷം ആ കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ. ഇനി എല്ലാതും അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടുന്ന് നിങ്ങളുടെ വീഡിയോ ചെയ്തത് ലൈറ്റിൻ്റെ കുറച്ച് കുറവുണ്ട്. അതുകൊണ്ടാണ് ക്യാമറയുടെ അതായത് മൊബൈലിലെ ലൈറ്റ് ഓഫായതാണ്. അപ്പോൾ കറിയിൽ കുറച്ച് ഉപ്പ് കുറവുണ്ട്. അപ്പോൾ അത് കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വരാം.